Hello everyone, welcome back to my channel ഷെഫ് ബോൺ ഹോമി. ഇന്ന് നമ്മൾ ഒരു പാലക് പറാത്തയുടെ റെസിപ്പിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ ഒക്കെ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. പാലക് പറാത്ത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലക്ക് എടുത്തിട്ടുണ്ട്. പാലക്ക് ഇതുപോലെ ചെറുതാക്കിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള പാലക്കാണ് ഞാനിപ്പോൾ ഇവിടെ അരിയുന്നത്. ഇത് നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ആട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 3 കപ്പ് ഗോതമ്പ് പൊടിക്ക് 3 ടീസ്പൂൺ കടലമാവാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുവന്ന മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞെടുത്ത ചീര ഞാൻ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചീര ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചീര ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ചീര ഒന്ന് തിളപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ചൂടോടുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഞാനിതാ ഇവിടെ നന്നായിട്ട് മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടൊന്ന് മാവ് നന്നായിട്ട് ഒന്നുകൂടൊന്ന് കുഴച്ചെടുക്കാം. നെയ്യൊക്കെ ഒഴിച്ച് ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഓരോരോ ഉരുളകളാക്കിയിട്ട് എടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടി എടുക്കുന്നത് പോലെ നന്നായിട്ട് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുത്ത് കയ്യിൽ വെച്ച് അതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം അല്പം ഗോതമ്പ് പൊടി ഒന്ന് തൂവിയതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് അമർത്തിയതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നന്നായിട്ടതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം നെയ്യും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയതിന് ശേഷം 2 വശവും മറച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം.
അതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്.